നമുക്ക് പലർക്കും ഇംഗ്ലീഷിൽ നല്ല സെൻറ്റൻസുകളും നല്ല വൊക്കാബുലറിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് പറയുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ മീനിങ് ഫുൾ സെൻറ്റൻസുകൾ കുറച്ചുകൂടെ ഇമ്പ്രസീവായിട്ട് പറയാൻ നമുക്ക് പലർക്കും പറ്റില്ല. കാര്യം എന്താണെന്നറിയാമോ? ആലോചിച്ചിട്ടുണ്ടോ? സിമ്പിളാണ്. നമ്മളൊരു കാര്യം റാൻഡമായിട്ട്, അതായത് ചുമ്മാതെ വെറുതെ കുറേ സെൻറ്റൻസുകൾ റാൻഡം ഓർഡർ ഒന്നും ഇല്ലാണ്ട് പറഞ്ഞാലോ എഴുതി വെച്ചാലോ അതിനൊരു ഇമ്പ്രഷനോ മീനിങ്ങോ ഉണ്ടാകണമെന്നില്ല. സെൻറ്റൻസുകൾ നല്ലതാണെങ്കിലും അത് റാൻഡമായിട്ട് ചിതറിക്കിടക്കുന്ന കുറേ സെൻറ്റൻസുകൾ പോലെ തോന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കുറച്ചുകൂടി ചേർത്ത് വെച്ചാൽ മീനിങ് ഉള്ള ഇമ്പ്രസീവായിട്ടുള്ള ഒരു സ്പീച്ചായിട്ടോ അല്ലെങ്കിൽ ഒരു ലെറ്ററായിട്ടോ അല്ലെങ്കിൽ ഒരു എഴുത്തായിട്ടോ ഇതിനെ എങ്ങനെ മാറ്റും? ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് ലിങ്കിങ് വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ലിങ്കിങ് വേർഡ്സ്, അതായത് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്ന വാക്കുകൾ. നമ്മൾ മൂന്നോ നാലോ സെൻറ്റൻസുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ സെൻറ്റൻസുകളെ റാൻഡമായി പറഞ്ഞാൽ പോരാ, ഓർഗനൈസ്ഡ് ആയിട്ട് വേണം പറയാൻ. അപ്പോഴേ കേൾക്കുമ്പം ഇമ്പം ഉണ്ടാവത്തുള്ളൂ. ഒരു നല്ല പ്രസൻറ്റേഷനിലും നല്ല എഴുത്തിലുമൊക്കെ ഒബ്വിയസ്ലി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഓർഗനൈസ്ഡ് ആയിട്ട് പറയുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന കാര്യങ്ങളെ ലിങ്കിങ് വേർഡ്സ് ഇട്ടുകൊണ്ട് കണക്ട് ചെയ്യുന്നുണ്ടോ, അപ്പോഴേ അത് ഇമ്പ്രസീവ് ആകത്തുള്ളൂ. എങ്ങനെയാണ് ഓർഗനൈസ്ഡ് ആക്കുന്നത്? അതായത് നമുക്കൊരു എക്സാമ്പിൾ സഹിതം നോക്കാം. നമ്മളൊരു ടോപ്പിക് എടുക്കുന്നു, ലെറ്റ്സ് സേ മൊബൈൽ ഫോൺസ്. മൊബൈൽ ഫോൺസ് ചിൽഡ്രനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ടോപ്പിക്കാണെന്ന് വെച്ചു. എനിക്ക് വേണമെങ്കിൽ ഈ ടോപ്പിക്കിനെ പറ്റി റാൻഡമായിട്ട് മനസ്സിൽ വരുന്ന കുറേ കാര്യങ്ങൾ ഓർഡർ ഇല്ലാതെ ആദ്യം ഒരു സെൻറ്റൻസ്, പിന്നെ ഒരു സെൻറ്റൻസ്, പിന്നെ വേറൊരു സെൻറ്റൻസ്, മനസ്സിലേക്ക് വരുന്ന സെൻറ്റൻസുകൾ അതേ ഓർഡറിൽ അങ്ങ് പറയുന്നു. അത് ഒട്ടും ഇമ്പ്രസീവ് ആവില്ല, അതിനൊരു മീനിങ്ങും ഉണ്ടാവില്ല, അത് മീനിങ് ഫുൾ അല്ല. പകരം എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്? നമ്മളൊരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഓർഗനൈസ്ഡ് ആയിട്ട് വേണം ഐഡിയ പറയാൻ. അതായത് ആ ഒരു ടോപ്പിക്കിനെ പല പല ആംഗിളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പല ആസ്പെക്ട്സ് അല്ലെങ്കിൽ പല ഡയമെൻഷൻസ്, അതായത് ഈ ഒരു ടോപ്പിക്കിന് പല ആംഗിളുകൾ കാണും. അതിൽ ഓരോ ആംഗിളും ഡീപ്പറായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം അടുത്ത ആംഗിളിലേക്ക് പോകാൻ. സിമ്പിളായിട്ട് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ചിൽഡ്രൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളാണ് ചോദ്യം. എങ്ങനെയാണത് ചെയ്യുക? ഈ ഒരു ടോപ്പിക്കിൽ മൊബൈൽ ഫോൺസിൻ്റെ ഇമ്പാക്ട്സ് ഓൺ ചിൽഡ്രൻ, ഇതിനെ നമ്മൾ പല ആംഗിളുകൾ, പല ആസ്പെക്റ്റുകളായി തിരിക്കുന്നു, പല ഡയമെൻഷൻസ്. അതിൽ ഓരോ ഡയമെൻഷൻസിനെയും സെപ്പറേറ്റ് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ശേഷം മാത്രമേ അടുത്ത ആസ്പെക്റ്റിലേക്ക് പോകാവുള്ളൂ. ഇല്ലെങ്കിൽ മൊത്തത്തിൽ മിക്സ്ഡായി ജംബിൾഡായി പോകും. ഓക്കെ, അതൊരു വൃത്തി ഉണ്ടാവില്ല കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ. ഫോർ എക്സാമ്പിൾ, ഇത് കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതൊരു അംബ്രല്ല അല്ലെങ്കിൽ ആംഗിൾ അല്ലെങ്കിൽ ആസ്പെക്റ്റ് ആണ്. അടുത്തൊരു ആസ്പെക്റ്റായിട്ട് വേറൊരു ആംഗിളിൽ നോക്കുമ്പോൾ ഇത് കുട്ടികളുടെ മെൻ്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡെവലപ്മെൻറ്റിനെ എങ്ങനെ ബാധിക്കുന്നു. അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ആംഗിൾ ആസ്പെക്റ്റ് ആണ്. ഇത് രണ്ടിനും മിക്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു ആംഗിൾ അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റ്, ഒരു അംബ്രല്ല കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്ത അംബ്രല്ലയിലേക്ക് പോകുക. ഇങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക. ഈ രണ്ട് ആസ്പെക്റ്റുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു അംബ്രല്ല, പുതിയൊരു ആസ്പെക്റ്റിൽ മൂവ് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് ഇത് കുട്ടികളുടെ ഫിസിക്കൽ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ കരിയറിനെ എങ്ങനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ അക്കാഡമിക്സ് പഠനത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് തുടങ്ങിയ ഡിഫറെൻ്റ് ആംഗിളുകളിലേക്ക് പോകാം. ഓരോന്നും ഓരോ അംബ്രല്ലയാണ്, ഓരോ ആംഗിളാണ്, പരസ്പരം മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മളൊരു ടോപ്പിക്കിനെ കിട്ടുകയാണെങ്കിൽ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ഓരോ ടോപ്പിക്കിനെയും ഡീറ്റെയിൽ ആയിട്ട് പല അംബ്രല്ല, ആംഗിൾ, ആസ്പെക്ട്സ് ആയി തലതിരിച്ച് ഓരോ ആംഗിളിനെയും സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുക. ഇത് പരസ്പരം മിക്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് നിങ്ങളൊരു ടോപ്പിക്കിനെ ഓർഗനൈസ്ഡ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ഓരോ ആസ്പെക്ട്സും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോടെ കൺവിൻസ് ചെയ്യും? നമ്മൾ പറഞ്ഞു ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യണം, എന്നിട്ടേ അടുത്ത അംബ്രല്ല അല്ലെങ്കിൽ അടുത്ത ആസ്പെക്ട്സിലേക്ക് പോകാൻ പാടുള്ളൂ, എന്നാലത് കേൾക്കാൻ ഒരു ഇമ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഒരു അംബ്രല്ല പ്രസൻറ്റ് ചെയ്യുന്നത്? നമുക്കൊരു അംബ്രല്ല, ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു അംബ്രല്ല, ഒരു ആംഗിൾ, ഒരു ആസ്പെക്റ്റ് എടുക്കാം. ഇതെങ്ങനെയാണ് കുട്ടികളുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെടുത്തിട്ട് എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും? ഇംപ്രസീവായി, അട്രാക്റ്റീവായി, കേൾക്കാൻ ഇമ്പമുള്ള രീതിയിൽ, വായിച്ചാൽ, എഴുതി വെക്കുമ്പോൾ വായിക്കാൻ ഇമ്പമുള്ള രീതിയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യും? ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഒരു 3-4 സെൻറ്റൻസിൽ പ്രസൻറ്റ് ചെയ്യണം. ഫസ്റ്റ് സെൻറ്റൻസിൽ നിങ്ങൾ ആ ടോപ്പിക്കിൻ്റെ പേരാണ് പറയേണ്ടത്, അല്ലെങ്കിൽ ആ ഐഡിയ അല്ലെങ്കിൽ കോർ ഐഡിയ എന്താണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ യൂസ് ഓഫ് മൊബൈൽ ഫോൺസ് വുഡ് ലിമിറ്റ് ദ സോഷ്യൽ സർക്കിൾ ഓഫ് ചിൽഡ്രൻ. അവരുടെ സോഷ്യൽ സർക്കിളിനെ ലിമിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കോർ ഐഡിയ. ഐഡിയയുടെ പേര് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേ, അതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. നൗ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്താണ്? സെക്കൻഡ് സെൻറ്റൻസിൽ അതിനൊരു മീനിങ് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പം ഫസ്റ്റ് സെൻറ്റൻസിൽ ക്ലാരിറ്റി ഇല്ല,
സെക്കൻഡ് സെൻറ്റൻസിൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. ഹൗ, വൈ, വാട്ട്, ഇതിലേതെങ്കിലും ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് സെൻറ്റൻസിൽ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒരു 5ാം ക്ലാസ്സുകാരന് മനസ്സിലാകുന്നത് പോലെ മനസ്സിലാക്കണം. ഓക്കെ, ഇത് ലിമിറ്റ് ചെയ്യുന്നു സോഷ്യൽ സർക്കിൾ. എന്താണത്? ഇങ്ങനെയാണ് ലിമിറ്റ് ചെയ്യുന്നത്. ഹൗ, ദാറ്റ് ഈസ്. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു ലിങ്കിങ് വേർഡ് വേണമെന്ന്. 2 സെൻറ്റൻസുകളെ കണക്ട് ചെയ്യുന്ന ലിങ്കിങ് വേർഡ്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിൽ ഒന്നാമത്തെ ഐഡിയ പറയുന്നു, നമുക്ക് അവിടെ വേണമെങ്കിൽ ലിങ്കിങ് വേർഡ് ഉപയോഗിക്കാം. ഫസ്റ്റ്ലി അല്ലെങ്കിൽ മൈ ഫസ്റ്റ് ഐഡിയ ഈസ് ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ഐഡിയ പറഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ഒരു ലിങ്കിങ് വേർഡ് കൊടുക്കുന്നു. അതായത് ദാറ്റ് ഈസ്, ദാറ്റ് മീൻസ്. എന്താണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ദാറ്റ് ഈസ്, children would become addicted to mobile phones and would spend most of their time with it. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. അവർ കൂടുതൽ സമയം അതിന് സ്പെൻഡ് ചെയ്ത് അഡിക്റ്റഡ് ആകുന്നു. അവർ അതുകൊണ്ട് എക്സ്റ്റേണൽ കോണ്ടാക്ട്സ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അത് പറയണമല്ലോ. മൂന്നാമത്തെ സെൻറ്റൻസിൽ എന്താ പറയേണ്ടത്? ഫസ്റ്റ് സെൻറ്റൻസിൽ ഐഡിയയുടെ പേര്, ഫസ്റ്റ്ലി ഐഡിയയുടെ പേര്. സെക്കൻഡ് സെൻറ്റൻസിൽ എന്ന് വെച്ചാൽ ഹൗ എന്നുള്ള എക്സ്പ്ലനേഷൻ. തേർഡ് സെൻറ്റൻസ് പറ്റുകയാണെങ്കിൽ ഇത് കാരണം എന്ത് സംഭവിക്കുന്നു എന്ന് പറയണം. അപ്പം ഇത് കാരണം എന്ന് പറയുന്ന ഒരു ലിങ്കിങ് വേർഡ് വേണ്ടേ? ആസ് എ റിസൾട്ട്, ഡ്യൂ ടു ദിസ്, ഇവൻച്വലി എന്ന് തുടങ്ങിയ ലിങ്കിങ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാം. ആസ് സച്ച് എന്നൊക്കെ പറയാം. ആസ് സച്ച് എന്ത് പറ്റുന്നുണ്ട്? അവരുടെ സോഷ്യൽ സർക്കിൾ ലിമിറ്റ് ചെയ്യപ്പെടുന്നു, അവരുടെ ഇൻ്ററാക്ഷൻ കുറയുന്നു. ദേ ഹെസിറ്റേറ്റ് ടു ഇൻ്ററാക്ട് വിത്ത് പീപ്പിൾ ഔട്ട്സൈഡ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സോഷ്യൽ സർക്കിൾ ലിമിറ്റ് ചെയ്യുന്നത്, അല്ലേ? വേണമെങ്കിൽ നാലാമത്തെ സെൻറ്റൻസ് ആയിട്ട് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കൊടുക്കാം. ഇഫ് ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സാമ്പിൾ. ഫോർ ഇൻസ്റ്റൻസ്, if a student uses mobile phone excessively, it would lead to blah 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 blah. ഇങ്ങനെ ഒരു എക്സാമ്പിൾ കൊടുത്താൽ നന്നായിരിക്കും. നിർബന്ധമില്ല, കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഓർക്കുക, 4 സെൻറ്റൻസ് അല്ലെങ്കിൽ 3 സെൻറ്റൻസ്. ഫസ്റ്റ് സെൻറ്റൻസിൽ കോർ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഒരു ലിങ്കിങ് വേർഡ്. ഫസ്റ്റ്ലി, ഇതാണ് എൻ്റെ കോർ ഐഡിയ, ദിസ് വുഡ് ലിമിറ്റ് ദെയർ സോഷ്യൽ സർക്കിൾ. സെക്കൻഡ് സെൻറ്റൻസിൽ ഹൗ എന്നുള്ള എക്സ്പ്ലനേഷൻ, അവിടെ ഒരു ലിങ്കിങ് വേർഡ് വേണം. ദാറ്റ് ഈസ്, ദാറ്റ് മീൻസ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ. തേർഡ് സെൻറ്റൻസിൽ ഇത് കാരണം ഉണ്ടാകുന്ന ഫ്യൂച്ചർ എഫക്റ്റ് ഉണ്ടെങ്കിൽ എഴുതാം, ഓപ്ഷണലാണ്. ആസ് എ റിസൾട്ട് അല്ലെങ്കിൽ ഡ്യൂ ടു ദിസ്, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഫോർത്ത് സെൻറ്റൻസിൽ ഇഫ് പോസിബിൾ, ഇഫ് ഉപയോഗിച്ചുകൊണ്ടോ അല്ലാതെയോ നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുക്കാം. അവിടെ ഏത് ലിങ്കിങ് വേർഡാണ്? ഫോർ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഒരു ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആയിട്ട് സ്ട്രക്ചർ ചെയ്തു കഴിഞ്ഞാൽ ഒരു അംബ്രല്ല, ഒരു ആസ്പെക്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നൗ നമുക്ക് പുതിയൊരു അംബ്രല്ല അല്ലെങ്കിൽ ആസ്പെക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ? അപ്പോൾ ഇത് കൂടാതെ രണ്ടാമതൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുതിയൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട് എന്ന് പറയണം. അപ്പോൾ രണ്ടാമത്തെ അംബ്രല്ല ആസ്പെക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കാര്യം, ആ ഒരു ഡയമെൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയണം ഇത് കൂടാതെ എന്നുള്ള ലിങ്കിങ് വേർഡ് വേണം. അതിനുവേണ്ടി നമുക്ക് മോറോവർ, ഫർദർമോർ, അപ്പാർട്ട് ഫ്രം ദിസ്, ലൈക്ക്വൈസ്, സിമിലർലി തുടങ്ങിയ ലിങ്കിങ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാം. സോ മോറോവർ ഇതെന്താ ചെയ്യുന്നത്? ഇത് കുട്ടികളുടെ പഠനത്തെ ബാധിക്കുന്നുണ്ട്. ദിസ് വുഡ് ഹാവ് അഡ്വേഴ്സ് എഫക്ട്സ് ഓൺ ദെയർ സ്റ്റഡീസ്. ഐഡിയയുടെ പേരായല്ലോ ഫസ്റ്റ് സെൻറ്റൻസിൽ. നൗ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് ഈസ്, ടു ഇലാബറേറ്റ്, കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ സെക്കൻഡ് സെൻറ്റൻസിൽ ഹൗ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ചിൽഡ്രൻ വുഡ് ലൂസ് ഇൻട്രസ്റ്റ് ഇൻ സ്റ്റഡീസ് വെൻ ദേ ഗെറ്റ് അഡിക്റ്റഡ് ടു മൊബൈൽ ഫോൺസ് എന്ന് വേണമെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം. തേർഡ് സെൻറ്റൻസിൽ എക്സാമ്പിൾ ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അഡീഷണൽ എക്സ്പ്ലനേഷൻ, ഇത് കാരണം എന്തു സംഭവിക്കുന്നു. ആസ് എ റിസൾട്ട് ദെയർ സ്കോർസ് ഇൻ സ്റ്റഡീസ് വുഡ് ഡിക്രീസ്, വുഡ് റെഡ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഒരു ഫുള്ളി എക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ. ഓരോ അംബ്രല്ലയും ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അതിലെ സെൻറ്റൻസുകളെ ലിങ്കിങ് വേർഡ്സ് ഇട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. ദാറ്റ്സ് വാട്ട് യു നീഡ് ടു ഡു. ഇത്ര നേരം നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം മൊബൈൽ ഫോണിൻ്റെ നെഗറ്റീവ് എഫക്റ്റ് ആണ്. ഒന്നാമത്തെ അംബ്രല്ല നെഗറ്റീവ് എഫക്റ്റ്, ഒരു ഡിഫറെൻ്റ് അംബ്രല്ല നെഗറ്റീവ് എഫക്റ്റ്, മോറോവർ സ്റ്റഡീസിനെ ബാധിക്കുന്നു വേറൊരു നെഗറ്റീവ് എഫക്റ്റ്. അങ്ങനെ എല്ലാം നെഗറ്റീവ് എഫക്റ്റുകളാണ്. അതുകൊണ്ട് അവയെ കണക്ട് ചെയ്യുമ്പോൾ, ഈ അംബ്രല്ലാസിനെ കണക്ട് ചെയ്യുമ്പോൾ മോറോവർ, അപ്പാർട്ട് ഫ്രം ദിസ്, സിമിലർലി, ലൈക്ക് വൈസ്, അങ്ങനെ ഇത് കൂടാതെ എന്നുള്ള അർത്ഥം വരുന്ന ലിങ്കിങ് വേർഡ്സ് മതി. പക്ഷേ ഇനി നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ നെഗറ്റീവിന് ഓപ്പോസിറ്റായിട്ട് ഒരു പോസിറ്റീവ് പറയണമെന്ന് വെച്ചു. അപ്പോൾ ഇത് കൂടാതെ എന്ന് പറഞ്ഞാൽ മതിയാവില്ല. അപ്പോഴെന്താ ചെയ്യുക?
ഇതിനെതിരായി അല്ലെങ്കിൽ പക്ഷേ എന്നിരുന്നാലും ഒരു പോസിറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു വിട്ട് വേണം കണക്ട് ചെയ്യാൻ. അതെങ്ങനെയാണ് പറയുക? അവിടെയാണ് however, but, nevertheless എല്ലാം ഒന്ന് തന്നെയാണ് ഈ ലിങ്കിങ് വേർഡ്സ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത പാരഗ്രാഫിൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പുതിയൊരു അംബ്രല്ല ഓപ്പോസിറ്റ് സൈഡിൽ ഓപ്പോസിറ്റ് നേച്ചറുള്ള ഒരു ഐഡിയ കൊണ്ടുവരുന്നു എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? however, the use of mobile phones can be beneficial. ഇപ്പോൾ ഇത്ര നേരം നെഗറ്റീവ് ഇമ്പാക്റ്റ് പറഞ്ഞിട്ട് ഇനി പോസിറ്റീവിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യുക? however, the use of mobile phones can be beneficial for children sometimes. ഇനി അതിനെയും എക്സ്പ്ലെയിൻ ചെയ്യണം നമ്മൾ മുമ്പ് ചെയ്തതുപോലെ. അതായത് ഇതാണ് ആ ബെനിഫിറ്റ്സ്. അതവർക്ക് വിദ്യാഭ്യാസത്തിൽ ഹെൽപ്ഫുൾ ആകുന്നു, കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ സഹായിക്കുന്നു. അതിൻ്റെ റിസൾട്ട് എഴുതെങ്കിൽ എഴുതാം, എക്സാമ്പിൾ എഴുതാം. സോ ഓൾവേസ് റിമെമ്പർ, നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ട് ഇംപ്രസീവായിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ എഴുതണം എന്നുണ്ടെങ്കിൽ സെൻറ്റൻസുകളെ ഓർഗനൈസ് ചെയ്യുക. ടോപ്പിക്കിനെ പല ആംഗിളുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ആംഗിൾ, ഓരോ ആസ്പെക്റ്റ്, ഓരോ ടോപ്പിക്കിനെയും ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് 4 സെൻറ്റൻസെങ്കിലും പറയുക. ആ സെൻറ്റൻസുകളെ പരസ്പരം ലിങ്കിങ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് കണക്ട് ചെയ്യുക. അപ്പോഴേ മീനിങ് ഫുൾ ആകുന്നുള്ളൂ. സോ കീപ് ദിസ് ഇൻ മൈൻഡ് ആൻഡ് പ്രാക്ടീസ്. ടേക്ക് കെയർ.